العليم الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ ഫദൽ കൊണ്ട് നമ്മളിൽ നിന്നും ചെറുതും വലുതുമായ എല്ലാ അമലുകളെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പാപകർമ്മങ്ങളെയും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ സ്വഅദാക്കളിൽ, മഖ്ബൂലീങ്ങളിൽ, ഭാഗ്യശാലികളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ വന്നിട്ടും അതിനെ പരിഗണിക്കാൻ ഭാഗ്യം കിട്ടാതെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരത്താക്കപ്പെടുന്ന ഭാഗ്യദോഷികളിൽ, ഷഖീ മഹ്റൂമുകളിൽ പെട്ടുപോകാതെ അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റമളാനിൻ്റെ ആദ്യത്തെ 1-2 ഭാഗങ്ങൾ കഴിയുകയും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ കണക്കില്ലാതെ ഭൂമിയിൽ വർഷിച്ചുകൊണ്ടിരുന്ന 10-20 ദിവസക്കാലത്തെ അമലുകളിലൂടെ ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ നരകമോചനമാണ്. എന്നേക്കുമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഗേഹമായ സ്വർഗം ഉറപ്പിക്കലാണ്. നരകത്തിൽ നിന്നും പൂർണ്ണമായി മോചിതരാകുവാനും സ്വർഗത്തിൽ എന്നേക്കുമായി കടന്നുകൂടാനുമുള്ള ഭാഗ്യത്തെയാണ് ഇനി നമ്മൾ ആശിക്കുന്നത്. അതിനനുസൃതമായിട്ടുള്ള അമലുകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഏറ്റവും പ്രധാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് അനുഷ്ഠിച്ചിരുന്നു. അഥവാ പള്ളിയിൽ തന്നെ നമ്മുടെ സമയങ്ങൾ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി കഴിച്ചു കൂട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ച ഒരു അമലാണ്. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫ് എന്ന് പറയുന്നത് വളരെ ശക്തിമത്തായ മുഅക്കദത്തായ സുന്നത്താണ്. പള്ളിയിൽ തന്നെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ ദിക്ർ, ശുക്ർ, ഇബാദത്ത്, ദുആക്കളിലായി നമുക്ക് അനുവദനീയമായ മറ്റു കാര്യങ്ങളിൽ നിന്ന് പോലും അകന്നു നിന്നുകൊണ്ട് കഴിഞ്ഞുകൂടുക, രാവും പകലും. ഒരുപക്ഷെ മനുഷ്യരെന്ന നിലയിൽ രാവും പകലും പൂർണ്ണമായി നമുക്ക് ഉണർന്നിരുന്ന് ഇബാദത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി പള്ളിയിൽ കഴിയുമ്പം എല്ലാ അവസ്ഥയിലും നമ്മൾ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി പരിഗണിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ 10 ദിവസം പരിപൂർണമായും പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അഥവാ ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ കഴിയുന്നിടത്തോളം സമയം, രാത്രിയായാലും പകലായാലും പള്ളിയിൽ വന്ന് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി കഴിഞ്ഞുകൂടാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഈ അവസാനത്തെ 10 ദിവസത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കാണ് ഹദീസുകൾ സൂചന നൽകിയിട്ടുള്ളത്. ഒന്ന്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹാഭാഗ്യം. ലൈലത്തുൽ ഖദ്ർ അത് ഈ 10 ദിവസങ്ങളിൽ എവിടെയോ ആണ്. ഇതിലെ ഒറ്റ രാവുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചിട്ട് ഒരുപാട് മഹാത്മ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു. ഒരു സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഖദ്ർ എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
ഒരു സൂറത്ത് തന്നെ അള്ളാഹു അതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു പ്രത്യേകമായ രാത്രിയാണ് ഖദറിൻ്റെ രാത്രി. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് തന്നെ ആ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താ ലൈലത്തുൽ ഖദർ എന്ന് താങ്കൾക്കറിയാമോ? അള്ളാഹു ചോദിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് താങ്കൾക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. 1000 മാസം ഒരാൾ നിന്ന് ഇബാദത്തെടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധ്യമല്ല, അസംഭവ്യമാണ്. പെട്ടെന്ന് സാധിക്കുമോ? 84 വർഷമാണ് 1000 മാസം എന്ന് പറയുന്നത്. 84 വർഷം. നമുക്ക് ആകെ ആയുസ് അത്രയേ ഉള്ളൂ. ഈ ആയുസ് മുഴുവനും നിന്ന് നിസ്കരിക്കാൻ കഴിയുമോ? ഈ ആയുസ് മുഴുവനും ഇരുന്ന് ഇബാദത്തെടുക്കാൻ ദിക്ർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഈ ആയുസ് മുഴുവനും ഖുർആൻ ഓതാൻ കഴിയുമോ? ദുആ ചെയ്യാൻ പറ്റുമോ? ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ രാത്രിയിൽ മെനക്കെട്ട് അമൽ ചെയ്താൽ ആ ഒരു വലിയ പ്രതിഫലത്തെ നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്യാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അതുകൊണ്ട് ഒരു രാത്രി, അത് ഏത് രാത്രിയാണെന്ന് ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല, നിർണയിച്ചു പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ ഒറ്റ രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കണം. അവസാനത്തെ 10 എപ്പോഴും ആകാൻ സാധ്യതയുണ്ട്. ഒറ്റ രാവുകളിൽ പ്രത്യേകിച്ച് അതിനെ അന്വേഷിക്കണം. ഈ അവസാനത്തെ രാവുകളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പം മെനക്കെട്ട് ഉറക്കമൊഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി ദിക്ർ, ഇബാദത്ത്, ദുആ, ഇസ്തിഗ്ഫാറുകളിലായി കഴിഞ്ഞുകൂടിയാൽ ഖദറിൻ്റെ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ശ്രേഷ്ഠത 1000 മാസം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗ്യത്തെക്കുറിച്ചിട്ടാണ്, ഇതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ഈ രാത്രിയിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മലക്കുകൾ കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. നമ്മൾ മനുഷ്യർ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അമലുകളിൽ കഴിഞ്ഞുകൂടുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിനോട് സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് ആകാശത്തു നിന്നും കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു ഫീഹാ, ആ മലക്കുകളുടെ നേതൃത്വത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഉണ്ടാകുമെന്ന് ഖുർആൻ പറയാം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെയും. നമ്മളൊരു പക്ഷേ എവിടെങ്കിലും അശ്രദ്ധരായി ഗഫലത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ എത്ര വലിയ നഷ്ടമാണ്. ഈ രാത്രി മുഴുവനും പ്രഭാതം വരെയും ഫജ്ർ വരെയും ഈ അനുഗ്രഹവും അനുഗ്രഹത്തിൻ്റെ മലക്കുകളും ഒക്കെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാമയുടെ നേതൃത്വത്തിൽ മലക്കുകളുടെ സംഘം ഭൂമിയിൽ ഇറങ്ങും. ഭൂമിയിൽ ഇറങ്ങിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് പറയും, പോവുക, നിങ്ങൾ ഭൂമിയുടെ എല്ലാ മുക്കുമൂലകളിലേക്കും അങ്ങ് പരന്നൊഴുകുക. എന്നിട്ട് എവിടെങ്കിലും നിന്നോ ഇരുന്നോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരടിമയെ കണ്ടാൽ അവനെ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യണം, അവനെ മുആനഖത്ത് ചെയ്യണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞയക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളിതൊന്നും അറിയാതെ ഉറങ്ങി നഷ്ടപ്പെടുത്തരുത്. ഗഫലത്തിലായി നമ്മുടെ സമയം പാഴാകരുത്, നമ്മുടെ ആയുസ് പാഴാകരുത്. ലൈലത്തുൽ ഖദറിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് നമ്മൾ നന്നായി അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും പരിശുദ്ധ ഖുർആനും ഒക്കെ നമുക്ക് നൽകിയ ഈ മാഹാത്മ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഉത്ബോധനം നമ്മൾ ഉൾക്കൊള്ളണം. സാധാരണഗതിയിൽ ഖിയാമുൽ ലൈലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. രാത്രി പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് അധികമായി ഖുർആൻ ഓതി നമ്മൾ നമസ്കരിക്കും. വളരെ പ്രധാനപ്പെട്ട അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇന്ന് രാവിലെ നമ്മൾ ഹദീസ് വായിച്ചപ്പോൾ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരും എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടവരുമായ അഷ്റഫുൽ ഖൽക്കായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
കാലിൽ നീര് കെട്ടുന്നത് വരെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെപ്പോലെയുള്ളവരുടെ കാര്യം എന്ത് പറയാനാണ് എന്ന് രാവിലെ നമ്മൾ വായിച്ചില്ലേ, ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ കേട്ടില്ലേ. രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച് 2 കാലുകളും വണ്ണം വെക്കുക, നീര് കെട്ടുക, അത് സ്ഥിരമായ പതിവായിരുന്നു. റമദാനിൻ്റെ അവസാനത്തെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രത്യേക അമലെന്നല്ല, എപ്പോഴും തങ്ങളുടെ രാത്രിയിലെ പതിവ് ഇപ്രകാരമായിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം നിസ്കരിക്കണം പ്രിയപ്പെട്ടവർ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാതിരാത്രിയിലെ കുറച്ച് സമയത്തെ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന നിസ്കാരമോ ഇബാദത്തോ ഉറക്കമൊഴിയലോ മാത്രമല്ല, മഗ്രിബ് നമസ്കാരം മുതൽക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ മഹാത്മ്യങ്ങൾ തുടങ്ങും. മഗ്രിബ് മുതൽ തുടങ്ങും. അതുകൊണ്ടാണ് മഗ്രിബ് നമസ്കാരത്തിൻ്റെ ജമാഅത്ത് മുതൽ നമ്മൾ ഈ രാത്രിയെ പരിപാലിക്കണം. മഗ്രിബിൻ്റെ ജമാഅത്ത് അവൽ തക്ബീറോടുകൂടി പങ്കെടുത്ത് കഴിയുന്നിടത്തോളം ഇഅ്തികാഫിൻ്റെ നിയത്തിൽ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടി മഗ്രിബും ഇശായും രാത്രിയിലെ തറാവീഹും അതിനുശേഷം ഖിയാമുൽ ലൈലും ഇതൊക്കെയായി മഗ്രിബ് മുതൽ ഫജർ വരെയുള്ള സമയം ലൈലത്തുൽ ഖദ്ർ എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി അമലിൽ വ്യാപൃതരാകണം. വളരെ ശ്രദ്ധിക്കണം. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം, അതിനുവേണ്ടി തയ്യാറെടുപ്പുകളും അമലുകളും നടത്തണം. ഗഫലത്ത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാത്രിയിൽ അഥവാ ലൈലത്തുൽ ഖദ്ർ ആയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ് എന്നറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം, അഫു ചോദിക്കണം, പൊറുക്കലിനെ തേടണം. എന്നിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി എന്നിൽ നീ തൃപ്തനാകണം. നിന്റെ മുഹബ്ബത്തിൽ എന്നെ കൂട്ടണം, നിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടണം. അങ്ങനെ തൗബക്ക് വേണ്ടി, പശ്ചാത്താപത്തിന് വേണ്ടി, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ആ രാത്രി ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, ഈ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കാൻ, ഈ ലൈലത്തുൽ ഖദ്ർ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവസാനത്തെ 10 അധികമായി ഇഅ്തികാഫിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇഅ്തികാഫ് വളരെ പ്രധാനപ്പെട്ട അമലാണ്. അത് മുഅക്കദത്തായ സുന്നത്താണ്. 10 ദിവസം പൂർണ്ണമായി പള്ളിയിലിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രാധാന്യത്തോടുകൂടി അമലിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഈ അവസാനത്തെ നാളുകളിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യണം. ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. തൗബ വർദ്ധിപ്പിക്കണം. രാത്രിയിലെ നമസ്കാരം വർദ്ധിപ്പിക്കണം. ഇങ്ങനെ നല്ല അമലുകളിലായി ഈ രാത്രികളെ സജീവമാക്കണം. ഇപ്പോൾ തറാവീഹ് നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ദീർഘമായി നമ്മൾ ഓതിക്കേട്ടല്ലോ. അള്ളാഹു അവൻ്റെ അടിമകളോട് പരിശുദ്ധ ഖുർആനിൽ രസകരമായ നിലയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ പരിശുദ്ധ റമദാനിൽ ഇരുന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കലാമു ഓതി കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയും നമ്മുടെ മനസ്സിന് ആർദ്രത ഉണ്ടാവുകയും ചെയ്യണം. കണ്ണുകൾ നിറയണം. ഇന്ന് സൂറത്ത് സബ എന്ന് പറയുന്ന ഒരു അധ്യായം ഓതി. സൂറത്ത് സബ എന്ന് പറഞ്ഞാൽ ഒരു ജനതയെക്കുറിച്ചിട്ടാണ്, ഒരു പ്രദേശവാസികളെ കുറിച്ചിട്ടാണ്, ഒരു നാട്ടുകാരെ കുറിച്ചിട്ടാണ്. സബ എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ പേരാണ്. ഞാനിങ്ങനെ ആ സൂറത്തിലെ ഓരോരോ വിഷയങ്ങളും അള്ളാഹു പറഞ്ഞു തരുമ്പോൾ മനസ്സിൽ ചിന്തിക്കായിരുന്നു, പടച്ചോനെ നമുക്കും ഇങ്ങനെ ഒരു അവസരം അള്ളാഹു തന്നിരിക്കുകയാണല്ലോ. ചില നാടുകൾക്ക്, ചില ആളുകൾക്ക്, ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് അള്ളാഹു അഭിവൃദ്ധി നൽകുന്നു, പുരോഗതി നൽകുന്നു, സൗകര്യങ്ങളും വിശാലതകളും നൽകുന്നു. ആരോഗ്യപരമായി, അല്ലെ, സാമ്പത്തികമായി, കുടുംബപരമായി, സാമൂഹികമായി, ഇങ്ങനെ പല ജാതി പുരോഗതികളും അഭിവൃദ്ധികളും ഒക്കെ അള്ളാഹു നൽകുന്നു. പക്ഷേ ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ, ചിന്തിക്കാതെ, കിട്ടിയ നിഅമത്തുകളെ കുറിച്ചിട്ട് മതിപ്പ് ഉളവാകാതെ, ശുക്ർ ചെയ്യാതെ അങ്ങനെ അശ്രദ്ധമായി കഴിച്ചു കൂട്ടുകയാണ്. സബ നിവാസികളെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. അല്ലാഹു പറയാ, സബ നിവാസികളെ സംബന്ധിച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കൂ, മനസ്സിലാക്കൂ.
അവരിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾക്കെന്ന്. അവരിൽ വ്യക്തമായ. അപ്പം ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോൾ ശരിയാണല്ലോ. സബ നിവാസികളുടെ സംഭവം അള്ളാഹു പറയുന്നു. അവർക്ക് കിട്ടിയ നിഅമത്തുകളെ കുറിച്ചിട്ട് മതിപ്പൊന്നുമില്ലാതെ അഹങ്കാരികളായപ്പോൾ കുറച്ച് കാലത്തെ സുഖാഡംബരങ്ങൾക്ക് ശേഷം പെട്ടെന്ന് പടച്ചവന്റെ ഭാഗത്തു നിന്നും വലിയ പരീക്ഷണം വന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പിടിക്കൽ വന്നു. അതോടെ അവർ ഈ ഭൂമിയിൽ ഒന്നുമല്ലാത്തവരായി മാറി. അപ്പം നമ്മൾ അത് കേട്ടിട്ട് ആവേശം പൂണ്ട് പ്രസംഗിക്കാൻ വേണ്ടി കയറിയിരിക്കുമ്പം സബ നിവാസികളിലേക്ക് നോക്കണേ, അവർ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണേ എന്നാ പറയുക. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, അങ്ങകലെ സബഇനെ കുറിച്ചിട്ടൊന്നും പറയണമെന്നില്ല. കഴിഞ്ഞ റമളാനിലൊക്കെ നമ്മൾ ഖുനൂത്ത് ഓതിയപ്പോൾ അല്ലാഹുവേ ഫലസ്തീനികൾക്ക് നീ സഹായം നൽകണേ. ഫലസ്തീനികളാരാ? ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ 4 ഭാഗത്തു നിന്നും ഉപരോധത്തിൽ ഏർപ്പെടുത്തപ്പെട്ട സാധുക്കളുടെ സംഘം. അവർക്ക് ആരുടെ സഹായമില്ല, അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയില്ല. ആ പാവങ്ങൾ അങ്ങേയറ്റം പീഡനങ്ങളിലും കെടുതികളിലും വേദനകളിലും ഒക്കെയാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി കരഞ്ഞ് ദുആ ചെയ്തു. ഞാനിങ്ങനെ ചിന്തിച്ചു, സബ ഗോത്രക്കാരെ കുറിച്ചിട്ട് പടച്ചവൻ പറയുമ്പോൾ അങ്ങോട്ട് നോക്കണേ എന്ന് പറയുന്നതിന് പകരം ഇന്നത്തെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഇപ്പം നമ്മൾ ദ്വാരക്കുന്നത്, പടച്ചവനെ ഞങ്ങളുടെ സമ്പന്നന്മാരായ വമ്പന്മാരായ അഭിവൃദ്ധിയിൽ കഴിയുന്ന ദീനാറ് ദിർഹമുകളും ഒക്കെ സ്വന്തമാണെന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ അറബ് രാഷ്ട്രങ്ങളെ നീ സഹായിക്കണേ പടച്ചോനെ എന്നാണ് ഇപ്പം നമ്മൾ ദ്വാരക്കുന്നു. അല്ലേ? ആർക്കൊണ്ട് നമ്മൾ ദ്വാരക്കുന്നു? അറബ് രാഷ്ട്രങ്ങളിൽ അമ്ന് നൽകണേ, സമാധാനം നൽകണേ, യുദ്ധഭീതി മാറ്റിത്തരണേ. അപ്പം ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ എന്ന് പറഞ്ഞാൽ അങ്ങകലെയുള്ള പഴയ ചരിത്രത്തിലെ സബ ഗോത്രക്കാരെ മാത്രം നിങ്ങൾ ദൃഷ്ടാന്തമായി എടുക്കണ്ട. ഇപ്പോഴത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത് കാണുന്നില്ലേ? ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പാതിരാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അങ്ങും ഇങ്ങുമൊക്കെ തീ ചൂളകൾ പൊന്തി വരികയോ പുകച്ചുരുളുകൾ പൊന്തി വരികയോ എന്തെങ്കിലുമൊക്കെ ടപ്പാന്ന് സൗണ്ട് പൊട്ടുകയോ ചെയ്താൽ ഒക്കെ മാറി മറിയും എന്ന് അള്ളാഹു നമുക്ക് ഓതിത്തരും പോലെയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാ, നമ്മൾ ദുബൈനെ കുറിച്ച് പറയുന്നു, ബഹ്റൈനെ കുറിച്ച് പറയുന്നു, ഇപ്പം കുവൈത്തിനെ കുറിച്ച് പറയുന്നു, സൗദിനെ കുറിച്ച് പറയും. ഞാൻ ചിന്തിച്ചു, പടച്ചവനെ അങ്ങോട്ടൊക്കെ എന്തിനാ പോകുന്നത്? ഞാൻ എന്നെക്കുറിച്ച് എന്താ പറയാത്തത്? ഞാൻ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? ഇത് സബ ഗോത്രക്കാരെ കുറിച്ചുള്ളതല്ല, ഇത് ഇന്നത്തെ അറേബ്യൻ രാഷ്ട്രങ്ങളെ കുറിച്ചുള്ളതല്ല, ഇത് എന്നെക്കുറിച്ചുള്ളതാണ്. ഇതെന്നെക്കുറിച്ച്. എനിക്ക് അള്ളാഹു സമ്പത്ത് തന്നു, എനിക്ക് അള്ളാഹു ആരോഗ്യം തന്നു, എനിക്ക് അള്ളാഹു ആഫിയത്ത് തന്നു. ഈ ആരോഗ്യവും ആഫിയത്തും ഉള്ളത് മനസ്സിലായില്ലേ? ഒരുപാടില്ലെങ്കിലും ഉള്ളത് ഇത് അള്ളാഹു തന്ന നിഅമത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ശുക്ർ ചെയ്യാൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? എൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് ഞാൻ എന്താ അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്തത്? എൻ്റെ ആഫിയത്തിനെ കുറിച്ചിട്ട്, എനിക്ക് കിട്ടിയ സാമ്പത്തികമായ മാനസികമായ സമാധാനത്തെയും വിശാലതയും കുറിച്ചിട്ട് ഞാൻ എന്താ ശുക്ർ ചെയ്യാത്തത്? ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നമ്മൾ ശുക്ർ ചെയ്യാതെ, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ തിരിച്ചറിയാതെ, നമുക്ക് കിട്ടിയതിനെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൂട്ടാക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നിഅമത്തുകളൊക്കെ അങ്ങ് എടുത്തു കളഞ്ഞാൽ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോൾ തറാവീനെല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന നോമ്പാണ്. സങ്കടം തോന്നുന്നു, ദുഃഖം വരുന്നു. നൃത്തത്തിൽ നിന്നും ഇരുത്തത്തിലേക്ക്, ഇനി ഇരുത്തത്തിൽ നിന്നും കടത്തത്തിലേക്ക്, ആ കടത്തത്തിൽ നിന്നും എങ്ങോട്ടേക്ക്? ഇതല്ലേ മനുഷ്യൻ്റെ അവസ്ഥ? നമ്മളിങ്ങനെ സമൂഹഗോത്രക്കാരെ കുറിച്ച് പ്രസംഗിച്ച് ആവേശം കൊള്ളാം, അറേബ്യൻ നാടുകളെ കുറിച്ചിട്ട് അവനവനെ കുറിച്ചിട്ട് എന്താ ചിന്തിക്കാത്തത്? അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ സിഹത്തും സലാമത്തും തരുമാറാകട്ടെ. നമുക്ക് കിട്ടിയ എത്ര ചെറിയ നിഅമത്താണെങ്കിലും അതിനെ വിലമതിക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന ഫിക്രോടുകൂടി ഉള്ളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് കിട്ടാനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. ആ തിരിച്ചറിവ് കിട്ടാനാണ് നമ്മൾ ഈ സംഗതികളൊക്കെ പറയുന്നതും കേൾക്കുന്നതും അമൽ ചെയ്യുന്നതുമൊക്കെ. ഫലമ്മ ഖദൈന അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅതഹി ഫലമ്മ ഖറ തബയ്യനത്തിൽ ജിന്നു അൻ ലൗ കാനൂ യഅലമൂനൽ ഗൈബ് മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. നമ്മൾ കേട്ട ഇന്നത്തെ ഒരായത്താണ്. ഇതൊരായത്തല്ല, ഇതൊരു വലിയ സംഭവമാണ്, ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും കൽബിൽ തറയ്ക്കാനായി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഗുണദോഷത്തിൻ്റെ പാഠമാണ്. ഫലമ്മ ഖദൈന അലൈഹിൽ മൗത്ത്. നിങ്ങൾ ചരിത്ര പുസ്തകം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ രാജാവ്
ഏറ്റവും വലിയ സുഖലോലുപൻ അത് സുലൈമാനായിരുന്നു അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിയെക്കാളും വലിയ അധികാര പദവികൾ കിട്ടിയ ആള് വേറെ ഭൂമിയിലില്ല. പക്ഷെ അള്ളാഹ് പറയാ ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത്ത് ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത്ത്, അങ്ങനത്തെ സുലൈമാന്റെ മേലെ നമ്മൾ മരണം നിശ്ചയിച്ചപ്പോൾ, മരിപ്പിക്കണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചപ്പോൾ. സുലൈമാൻ ആരാ? അലൈഹിസ്സലാം. ആരാ സുലൈമാൻ അലൈഹിസ്സലാം? ഏതോ ഒരു പ്രദേശത്തോടു കൂടി നടന്നു പോകുന്ന ഒരു കൊച്ചുറുമ്പ് തൻ്റെ കൂട്ടാളികൾക്ക് നൽകുന്ന ഉപദേശം അങ്ങകലെ ഇരിക്കുന്ന വാഹനത്തിൽ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാം കേൾക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങകലെ അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന രാജാവ് ഇവിടെ ഭൂമിയിൽ എവിടെയോ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഉറുമ്പ് തൻ്റെ കൂട്ടാളികളോട് പറയുന്ന വർത്താനം കേൾക്കുകയാണ്, സംസാരം കേൾക്കുകയാണ്. അത്രയും ഭയങ്കര കഴിവാണ്. ഇന്നത്തെ കാലത്തെ ടെക്നോളജി അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ടെക്നോളജി. ഇത്രയും ഭയങ്കര കഴിവാണ്. ഇങ്ങനെ ഭൂമിയിൽ എവിടെയോ എഴഞ്ഞു പോകുന്ന ഒരു ഉറുമ്പിന്റെ ശബ്ദം കൃത്യമായി കേൾക്കാനും അത് മനസ്സിലാക്കാനും, എന്നിട്ട് പെട്ടെന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ട് ആ ഉറുമ്പിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ആ ഉറുമ്പിനോട് ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്ന ഇത്രയും വലിയൊരു ഭരണാധികാരി ഭൂമിയിൽ വേറെ ഇല്ല. പക്ഷെ പടച്ചവൻ പറയാണ് ഫലമ്മ ഖദൈന അലൈഹിൽ മൗത്ത്, ആ സുലൈമാനെ നമ്മൾ മരിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഈ ഉറുമ്പിന്റെ ചലനം പോലും അറിഞ്ഞിരുന്ന സുലൈമാൻ തൻ്റെ ശരീരത്തിൽ നിന്നും റൂഹ് പിരിയുന്നു എന്ന വിഷയം അറിഞ്ഞില്ല. മാദല്ലഹും അലാ മൗതി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅത. ഒരു വടിയിൽ ഇങ്ങനെ തൂങ്ങി നിന്നുകൊണ്ട് വലിയ മുതലാളിയായി രാജാവായി ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. പണി നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് മുതലാളി വടിയും മുക്കി കുത്തി. ഒന്നും അറിഞ്ഞില്ല. എത്രയോ നാളുകൾക്ക് ശേഷം ആ കുത്തി നിന്ന വടി ചെതലരിച്ചു. വടി താഴെ വീണപ്പോൾ മയ്യത്ത് താഴെ വീണു. ഇത്രയും ദിവസമായി എൻ്റെ മുതലാളി മരിച്ചു എന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാം. ഫലം അഖറ, ഇത് ഞാൻ പറയുന്നല്ല, ഖുർആൻ പറയാ. ഇന്ന് തറാവീഹിൽ നമ്മൾ കേട്ടതാണ്. ഫലം അഖറ തബയ്യനത്തിൽ ജിൻ അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. നമ്മളെ മുതലാളി പണ്ടേ മരിച്ചു എന്ന് നേരത്തെ നമുക്ക് വിവരം കിട്ടിയിരുന്നെങ്കിൽ ഇത്ര മെനക്കെട്ടി നമ്മൾ പണിയെടുക്കേണ്ടില്ലായിനല്ലോ എന്ന് അവർ പറഞ്ഞു. ഖുർആൻ പറയാ പ്രിയപ്പെട്ടു. ഞാൻ പറയുന്നത് നമുക്കിനി എന്ത് അധികാരം ഉണ്ടെങ്കിലും, എന്ത് ആരോഗ്യം ഉണ്ടെങ്കിലും, എന്ത് ആഫിയത്ത് ഉണ്ടെങ്കിലും, നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ചിന്തിച്ചെന്ന് പറഞ്ഞില്ലേ, എൻ്റെ പ്രിയങ്കരായ പല സഹോദരങ്ങളും നിസ്കാരത്തിന് മുമ്പ് എന്നെ വിളിച്ചു. അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ വരുന്നവർ ഇന്ന് വരാൻ കഴിയാത്തതിൻ്റെ പേരിൽ കരയുന്നു. ഇന്ന് വരാൻ കഴിയുന്നില്ല. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ ആഫിയത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മരിക്കുന്നത് വരെ ആഫിയത്തോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ അമലുകളിൽ നിരതരാകാനുള്ള ഭാഗ്യം നമുക്കൊക്കെ തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കൂട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും പള്ളിയിൽ വരാൻ കഴിയാത്ത എത്ര സഹോദരങ്ങളുണ്ട്? ഇനി നമ്മളുടെ കൂട്ടത്തിൽ നിന്നും മൺമറഞ്ഞു പോയ എത്ര സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്? അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ഈ സമയം, ഈ അവസരം, ഈ ചാൻസ്, ഇത് വിലമതിക്കാനാകാത്തതാണ്. അതുകൊണ്ട് ഉറക്കവും ക്ഷീണവും ഗഫ്ലത്തും ഒക്കെ മാറ്റിവെച്ച് പരമാവധി അമലുകൾ ചെയ്യണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തൗബ വർദ്ധിപ്പിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. രാത്രിയിലെ നമസ്കാരത്തിൽ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകണം, താല്പര്യമുണ്ടാകണം. അധികവും എന്തെങ്കിലുമൊക്കെ അമലുകളിൽ തന്നെ നമ്മുടെ സമയം ചെലവഴിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും നമ്മുടെ സമയം പാഴാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലുള്ളവരോടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണർത്തണം, ഓർമ്മപ്പെടുത്തണം, അവരെയും അമൽ ചെയ്യിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കൂടുതൽ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവളിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഖുർആൻ ഓതുകയോ ദിക്ർ ചെയ്യുകയോ ഇബാദത്ത് ഇസ്തിഗ്ഫാറിലൊക്കെയായി നമ്മുടെ സമയം, കുറച്ച് സമയമെങ്കിലും പള്ളിയിൽ ഉറക്കമൊഴിയണം. അതിനുശേഷം അല്പസമയം വിശ്രമിക്കണമെങ്കിൽ വിശ്രമിച്ചിട്ട് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കണം. രാവിലെ ഒരു 3:30 മണിക്കെങ്കിലും എല്ലാവരും വിളിക്കണം, 3:30 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. എന്നിട്ട് ഒരു 3:40 ഖിയാമുൽ ലൈൽ നിസ്കാരം തുടങ്ങണം. 3:40 തുടങ്ങണം. നേരത്തെ എഴുന്നേറ്റ് നേരത്തെ നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനു മുമ്പ് റെഡിയായി പള്ളിയിൽ വരണം. അധികവും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. നാളെ ഇൻഷാ അല്ലാഹ് സുബഹി നമസ്കാരത്തിന് ശേഷം ഇവിടുത്തെ ഉസ്താദന്മാരും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തി നാളെ പകൽ സമയം നമുക്ക് കൂടുതൽ ഖുർആൻ പഠിക്കാനും ദീനിയായ മസാലകളും കാര്യങ്ങളൊക്കെ പഠിക്കാനനുസരിച്ചിട്ടുള്ള തർത്തീബുകളെല്ലാം ആക്കും. ഇൻഷാ അല്ലാഹ് രാത്രി നല്ല നിലയിൽ ചിലവഴിച്ച് നാളത്തെ പകലും ഇനി അങ്ങോട്ടുള്ള 10 ദിവസക്കാലം ഇൻഷാ അല്ലാഹ് നല്ല നിലയിൽ അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.